അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലഡ് ആണ്. ആൻഡ് വി ഓൾ നോ അബൌട്ട് ബ്ലഡ്, its composition or the components of blood, their functions, the blood functions, etc. Right? So in this topic also, അതായത് നമ്മുടെ ഈ ഒരു ബ്ലഡ് എന്നുള്ള എൻറ്റയർ ടോപ്പിക്കിനകത്ത് നമ്മൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, അവരുടെ ഫങ്ഷൻസ്, അതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ചില ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. ആൻഡ് ഇൻ ടുഡേയ്സ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി plasma portion of blood, that is the fluid part of blood. Okay, so it's just a brief introduction to the fluid connective tissue, that is blood. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലഡ് ഇസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കണക്ട്സ് വേരിയസ് ഓർഗൻസ് ഓർ ഓർഗൻ സിസ്റ്റംസ് ഇൻ അവർ ബോഡി. അപ്പോൾ ബ്ലഡ് എത്താത്ത ഏരിയാസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഓഫ് കോഴ്സ് ദർ ആർ ഫ്യൂ or there are certain areas in the body that are devoid of blood vessels and blood. പക്ഷേ അതല്ലാത്ത പക്ഷം ബാക്കിയുള്ള എല്ലാ ഏരിയാസിലും ബ്ലഡ് എത്തിപ്പെടുന്നുണ്ട്. ആൻഡ് it is called fluid connective tissue because the cells inside the blood, that is the blood cells, RBC, WBC, platelets, all these blood cells are immersed in the fluid മാട്രിക്സ്. അപ്പോൾ നമുക്കറിയാം ബ്ലഡ് എന്ന് പറയുന്നത് അതിൻ്റെ കൺസിസ്റ്റൻസി ഫ്ലൂയിഡാണ്. അപ്പോൾ ആ ഫ്ലൂയിഡിനകത്താണ്, ഫ്ലൂയിഡ് മാട്രിക്സിനകത്താണ് ഈ സെൽസ് എല്ലാം ഇമ്മേഴ്സ് ആയിട്ട് ഇരിക്കുന്നത്, ഇതായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ദെൻ പിന്നെ ഈ ബ്ലഡിന് വേറെ കുറച്ച് നമ്മൾ ടേംസ് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ദി ഫ്ലൂയിഡ് ഓഫ് ലൈഫ് ബിക്കോസ് ഇറ്റ് ക്യാരീസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അല്ലേ, ഓക്സിജൻ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന എയറിനകത്തുള്ള ഓക്സിജൻ ഈ ബ്ലഡാണ് എടുത്തിട്ട് അത് സെൽസിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ സെൽസ് അത് യൂട്ടിലൈസ് ചെയ്ത ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ട്രാൻസ്പോർട്ടഡ് ബാക്ക് ടു ദി ലങ്സ്. അപ്പോൾ എന്നിട്ട് എക്സ്പയർഡ് എയർ കൂടെ അത് പുറത്തേക്കും പോകുന്നു. സോ ഇറ്റ് ഇസ് കോൾഡ് ദി ഫ്ലൂയിഡ് ഓഫ് ലൈഫ്. ദെൻ ഇറ്റ് ഇസ് കോൾഡ് ദി ഫ്ലൂയിഡ് ഓഫ് ഗ്രോത്ത് because the nutrients from the gastrointestinal tract, അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്റ്റൊമക്കിനകത്തും അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനകത്തുമൊക്കെ ഇതിൻ്റെ എന്താ പറയുക ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷനൊക്കെ നടക്കുന്നു. സോ ദോസ് ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദിസ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ക്യാരീസ് ദീസ് ന്യൂട്രിയൻസ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി. പിന്നെ അത് മാത്രമല്ല ഹോർമോൺസ് ബ്ലഡിനകത്ത് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. ഓരോ ഗ്ലാൻഡിൽ നിന്നും ഹോർമോൺസ് റിലീസ് ചെയ്ത് അത് അതിൻ്റെ ടാർഗറ്റ് ഓർഗൻസിലേക്കൊക്കെ എത്തിക്കുന്നത് ബ്ലഡാണ്. സോ ഇറ്റ് ഇസ് കോൾഡ് ദി ഫ്ലൂയിഡ് ഓഫ് ഗ്രോത്ത്. Then it is also called the fluid of health because it protects the body from various microorganisms or various diseases. അല്ലേ, അപ്പം നമുക്കറിയേണ്ട നമ്മുടെ ബോഡിക്കകത്ത് WBCs ഉണ്ട് ആൻഡ് ദെയർ മെയിൻ ഫങ്ഷൻ ഇസ് ഡിഫെൻസ് മെക്കാനിസം. അപ്പോൾ ആ സെൽസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷ്യസ് ഏജൻസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്താൽ അതിനെ എല്ലാത്തിനെയും നശിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ബ്ലഡ് ഓൾസോ ഡീൽസ് വിത്ത് ദി വേസ്റ്റ് മെറ്റീരിയൽസ്, അതായത് ആ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ മുഴുവൻ അതിൻ്റെ ഓർഗൻസിലേക്ക് എത്തിച്ചു കൊടുക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ കിഡ്നിയാണ് വേസ്റ്റ് റിമൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഓർഗൻ. സോ യൂറിൻ വഴിയാണ് ആ മെറ്റീരിയൽസ് എല്ലാം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ വേസ്റ്റ് മെറ്റീരിയൽസിനെ മുഴുവൻ കിഡ്നിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതും ബ്ലഡാണ്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ബ്ലഡിൻ്റെ പല പല വേർഷൻസ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ചില ഒരു ടേംസ് ആയിട്ട് നമ്മൾ പറയുന്നത്. Then the physical characteristics of blood. Color നമുക്കറിയാം, it is reddish in color due to the presence of hemoglobin and it is opaque, അതായത് തീരെ ട്രാൻസ്പെറൻറ്റ് അല്ല. Then volume 5 to 6 liters in an average adult human, അതായത് ഒരു നോർമൽ ഇൻഡിവിജ്വൽ എടുക്കുമ്പോൾ 5 to 6 liters ഓഫ് ബ്ലഡാണ് അയാളുടെ ബോഡിക്കകത്ത് കാണുന്നത്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആ ഒരു തിക്നെസ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി. അപ്പോൾ 5 times viscous than water ആണ്. നമുക്കറിയാം വെള്ളത്തിനേക്കാളും നല്ല കട്ടിയുള്ള സാധനമാണ് ഈ ബ്ലഡ് എന്ന് പറയുന്നത്. ദെൻ pH 7.4, that is slightly alkaline in nature. നമ്മുടെ ന്യൂട്രൽ pH എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി കൂടുതൽ 7.4 സ്ലൈറ്റ്ലി ആൽക്കലൈൻ ഇൻ നേച്ചർ ആണ്. അപ്പോൾ ഇതാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്ലഡ്. Now to say about the composition of blood, blood is divided into two major parts as the fluid part, that is called the plasma, and the formed elements, that is
the RBCs, WBCs and platelets. Formed elements ne parayna mattoru perana blood cells. അപ്പോൾ fluid part പ്ലാസ്മയാണ് ആൻഡ് മേജർ കോമ്പോസിഷൻ എന്ന് പറയുന്നതും പ്ലാസ്മയാണ്. 55% പ്ലാസ്മയാണ്, റിമൈനിങ് 45% ആണ് ഫോംഡ് എലമെൻറ്റ്സ് വരുന്നത്. സോ പ്ലാസ്മയിൽ വി ക്യാൻ സി ദി പ്ലാസ്മ പ്രോട്ടീൻസ് and in the formed elements are RBCs, WBCs and platelets. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് about plasma and plasma proteins. So when blood is centrifuged at a particular period for a particular time in a particular speed, when blood is centrifuged for a particular period of time in a particular speed, it will get divided into these three layers. അതായത് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ് കെമിസ്ട്രി ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ സെഡിമെൻറ്റേഷനൊക്കെ സഹായിക്കുന്ന ഒരു ഇതാണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. സർക്കുലർ മോഷനിൽ തിരിയുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ട്യൂബ് അതിനകത്ത് വെച്ചിട്ട് അത് ഓൺ ചെയ്യുമ്പോൾ അതിങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ തിരിഞ്ഞ് കുറച്ച് നേരം നമ്മൾ വെക്കും. അപ്പോൾ അതിനകത്തുള്ള മെറ്റീരിയൽസ് എല്ലാം സെഡിമെൻറ്റ് ചെയ്യും. അങ്ങനെയുള്ളൊരു ഇതാണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് നമ്മളൊരു പെർട്ടിക്കുലർ സ്പീഡിൽ കുറച്ച് നേരത്തേക്ക് സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 3 ലെയേഴ്സായിട്ട് സ്പ്ലിറ്റ് ആവും. അതായത് സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നത് 3000 റൗണ്ട്സ് പെർ മിനിറ്റ് ആണ് ഫോർ 20 മിനിറ്റ്സ്. അപ്പോൾ ഒരു മിനിറ്റിൽ 3000 റൗണ്ട്സ് എന്ന രീതിയിൽ 20 മിനിറ്റ് വരെ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് വിൽ ഗെറ്റ് ഡിവൈഡഡ് ഇൻ ടു ദീസ് 3 layers. ദ മേജർ പാർട്ട് being the yellowish colored plasma, and then comes the RBCs. അത് റെഡിഷ് കളർ ആയിട്ട് തന്നെ സെറ്റിൽ ഡൗൺ ചെയ്തിട്ടിരിക്കും. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദീസ് 2 layers you can see a white band, വളരെ തിന്നായിട്ടുള്ളൊരു വൈറ്റ് ബാൻഡ് കാണാം. ദാറ്റ് ഇസ് കോൾഡ് ദി ബഫി കോട്ട്. ഓക്കെ, ആ ബഫി കോട്ടിനകത്താണ് ല്യൂക്കോസൈറ്റ്സ്, അതായത് WBCസും പ്ലേറ്റ്ലെറ്റ്സിനെയും കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നത്. ബ്ലഡ് സെൻട്രിഫ്യൂഗേഷൻ ചെയ്താൽ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു അതിൻ്റെ എന്താ പറയുക സ്പ്ലിറ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെയാണ് അതിനകത്തുള്ള കോമ്പോസിഷൻ എന്നുള്ളത്. ദെൻ അബൌട്ട് ദി ഫങ്ഷൻസ് ഓഫ് ബ്ലഡ്. ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ആർക്കും അറിയത്തില്ല. സോ ദി ഫസ്റ്റ് ഫങ്ഷൻ ഇസ് ന്യൂട്രിറ്റീവ് ഫങ്ഷൻ. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചത് ഡൈജഷൻ നടന്ന് അത് അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് പിന്നെ വേരിയസ് പാർട്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ബ്ലഡാണ്. സോ ഇറ്റ് ഹാസ് ഗോട്ട് ന്യൂട്രിറ്റീവ് ഫങ്ഷൻ. Then respiratory function, അറിയാം, oxygen, carbon dioxide transportation. Then excretory function, waste materials എല്ലാം അതിൻ്റേതായിട്ടുള്ള ഓർഗൻസിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? WBCs പ്രസൻ്റ് ആണ്. സോ ഡിഫൻസ് മെക്കാനിസത്തിൽ കൂടെ അത് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ട്രാൻസ്പോർട്ട് ഫംഗ്ഷൻ, ഈ പറഞ്ഞതെല്ലാം തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, സോ അതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അറ്റ് ദി സെയിം ടൈം ഹോർമോൺസിനെയും അങ്ങനെ വേണ്ട അത്യാവശ്യം സാധനങ്ങളെയും കൂടിയും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദെൻ മെയിൻ്റനൻസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ. ഇപ്പോൾ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ബ്ലഡിൻ്റെ മാത്രം ഫംഗ്ഷൻ അല്ല, അത് സ്കിന്നും അതേപോലെ തന്നെ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ ബ്രെയിനകത്ത് കാണുന്ന ഒരു സ്ട്രക്ചറും കൂടി കമ്പൈൻ ചെയ്ത് ഇവരെല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരുമിച്ചുള്ളൊരു ആക്ഷനാണ് മെയിൻ്റനൻസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അതിനെ പറ്റിയിട്ട് പറയാം. ദെൻ ലാസ്റ്റ് കംസ് ദി സ്റ്റോറേജ് ഫംഗ്ഷൻ. അതായത് ഇപ്പം ഈ ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള സാധനങ്ങൾ സെൽസിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ബാക്കി എക്സസ് ആയിട്ട് വരുന്നതൊക്കെ ഈ ബ്ലഡിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അത് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ഇറ്റ് ഹാസ് ഗോട്ട് സ്റ്റോറേജ് ഫംഗ്ഷൻ. സോ ദീസ് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഫങ്ഷൻസ് തന്നെയാണ്. ഓക്കെ, സോ നൗ വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് പ്ലാസ്മ. Plasma and plasma proteins. So plasma is the fluid part of blood. അതിനകത്ത് നമ്മളിപ്പോൾ കണ്ട 55% യെല്ലോയിഷ് കളേർഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് സ്ട്രോ കളേർഡ്, സ്ട്രോ അല്ലെങ്കിൽ യെല്ലോയിഷ് കളേർഡ് ആയിട്ടാണ്. ഇറ്റ് കണ്ടെയ്ൻസ് 91% വാട്ടർ ആൻഡ് 9% സോളിഡ്സ്. പ്ലാസ്മയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിൻ്റെ അംശവും കാണുന്നത്, പിന്നെ ബാക്കിയുള്ള ഇതിലും കാണുന്നുണ്ട്. എനിവേ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്. ആൻഡ് 9% സോളിഡ്സ് ആണ് വരുന്നത്. സോ ഏതൊക്കെയാണ് ഈ സോളിഡ്സ്? അതിൽ 7% പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. ദെൻ 1%
other organic substances like carbohydrates, fats, non-protein nitrogenous substances, hormones, enzymes, antibodies, etc. 1% ഇങ്ങനെയുള്ള ഓർഗാനിക് സബ്സ്റ്റൻസസ് ആണ്. ആൻഡ് ദി റിമൈനിങ് 1% ഈസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യം, ക്ലോറൈഡ് അയോൺസ്, അയോഡൈഡ് അയോൺസ്, അയൺ, കോപ്പർ, എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഈ പ്ലാസ്മയ്ക്കകത്ത് വരുന്ന സോളിഡ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓർക്കേണ്ട കാര്യം അതിൽ മേജറായിട്ടും കാണുന്നത് പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. ദെൻ കമ്മിങ് ടു ദി പ്ലാസ്മ പ്രോട്ടീൻസ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. അപ്പോൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ട കാര്യം പ്ലാസ്മ പ്രോട്ടീൻസ് നമ്മുടെ ബ്ലഡിലുള്ള നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 6.4 to 8.3 ഗ്രാംസ് പെർ ഡെസിലിറ്റർ ആണ്. ഡെസിലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മില്ലിലിറ്ററിനെയാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ നോർമൽ വാല്യൂ, ടോട്ടൽ പ്രോട്ടീൻസിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇനി എപ്പോഴെങ്കിലും വല്ല ബ്ലഡ് റിപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ അതിനകത്ത് ടോട്ടൽ പ്രോട്ടീൻസ് എന്ന് കാണുകയാണെങ്കിൽ അത് ഓർക്കുക, ഇറ്റ് ഈസ് പ്ലാസ്മ പ്രോട്ടീൻസ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ്. അപ്പോൾ പ്ലാസ്മ പ്രോട്ടീൻസിനെ 3 ടൈപ്പായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. അങ്ങനെ 3 പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഇനി ചില ടെക്സ്റ്റുകളിൽ പ്രോത്രോംബിൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതും കൂടിയും കാണാം. ഇറ്റ് ഈസ് ആക്ച്വലി എ ക്ലോട്ടിംഗ് ഫാക്ടർ. അതിനെ പ്ലാസ്മ പ്രോട്ടീനായിട്ടും മൈനർ പ്ലാസ്മ പ്രോട്ടീനായിട്ടും പറയാറുണ്ട്. അത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സോ മെയിനായിട്ടും ഈ 3 പ്ലാസ്മ പ്രോട്ടീൻസ് ആണുള്ളത്: ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ഇനി നോർമൽ വാല്യൂസ് ഓഫ് these 3. For albumin 4.8 grams per deciliter, it ranges from 3 to 5 grams per deciliter. Then globulin 2.3 grams per deciliter, ranges from 2 to 3 grams per deciliter. ഈ ഗ്ലോബുലിനെ വീണ്ടും 4 സബ് ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് പഠിക്കണം നിർബന്ധമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സോ 4 types of globulin: alpha 1 globulin, alpha 2 globulin, ബീറ്റ ഗ്ലോബുലിൻ ആൻഡ് ഗാമ ഗ്ലോബുലിൻ. അങ്ങനെ 4 ടൈപ്സ് ആയിട്ടാണ് ഗ്ലോബുലിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഈ ഗാമ ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും ഫെമിലിയർ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അതാണ് ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഗാമ ഗ്ലോബുലിൻസ് ആണ് ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫൈബ്രിനോജൻ 0.3 grams per deciliter. അപ്പോൾ ഇതാണ് 3 types of plasma proteins and their normal values. ഇനി ഈ പിക്ചറിൽ പ്ലാസ്മയും സിറമും തമ്മിലുള്ള ഡിഫറൻസ് പറയാനാണ്. സിറം എന്നുള്ള ടേം നിങ്ങളെല്ലാവരും കേട്ട് കാണും. അപ്പോൾ പ്ലാസ്മയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺക്ലോട്ടഡ് ബ്ലഡാണ്. അതായത് നമ്മളെപ്പോഴും ഈ ബ്ലഡ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആൻറ്റി കൊയാഗുലൻറ്റുമായിട്ട് മിക്സ് ചെയ്യും. ആൻറ്റി കൊയാഗുലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഏജൻസ് ആണ്. ഏജൻസ് ദാറ്റ് പ്രിവെൻറ്റ് ബ്ലഡ് ക്ലോട്ടിങ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആൻറ്റി കൊയാഗുലൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലഡ് എപ്പോഴും ട്രീറ്റ് ചെയ്ത് വെക്കുന്നത്. കാരണം ബ്ലഡ് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു മെറ്റീരിയലായിട്ട് കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ ക്ലോട്ട് ആവും. അത് മാത്രമല്ല, ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്ത് വന്നാൽ തന്നെ അത് ക്ലോട്ട് ആവും. നമുക്കറിയാലോ, ഒരു ചെറിയ മുറിവുണ്ടായി കഴിഞ്ഞാൽ വളരെ കുറച്ച് മിനിറ്റിനുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ആവുകയും ചെയ്യും. സോ ഒരു അൺക്ലോട്ടഡ് ആയിട്ടുള്ള ബ്ലഡ്, അതായത് ആൻറ്റി കൊയാഗുലൻ്റ് മിക്സ് ചെയ്തിട്ടുള്ള ബ്ലഡ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ നടത്തി കഴിഞ്ഞാലാണ് നമുക്ക് ഈ രീതിയിൽ പ്ലാസ്മയും റെഡ് സെൽസും ബഫി കോട്ടും ഒക്കെ ആയിട്ട് കിട്ടുന്നത്. അതേസമയം ക്ലോട്ട് ചെയ്യാൻ അനുവദിച്ചത്, അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് അനുവദിച്ച ശേഷം നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു ഫ്ലൂയിഡ് മെറ്റീരിയൽ കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് സിറം. ഓർക്കേണ്ട കാര്യം, പ്ലാസ്മ എന്ന് പറയുമ്പോൾ അത് ആൻറ്റി കൊയാഗുലൻ്റ് മിക്സ് ചെയ്തിട്ട് പിന്നെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്ലൂയിഡാണ്. ആൻഡ് സിറം എന്ന് പറയുന്നത് ആൻറ്റി കൊയാഗുലൻസ് ഒന്നും മിക്സ് ചെയ്തിട്ടില്ല, ബ്ലഡ് തന്നെ ക്ലോട്ട് ആവാൻ വേണ്ടി വിട്ടതിന് ശേഷം ബ്ലഡ് ക്ലോട്ട് ആയിട്ട് പിന്നെ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്ലൂയിഡ് പാർട്ടാണ് സിറം. ഇനി ഒന്നും വേണ്ട, നമ്മളിപ്പോൾ ഒരു കുറച്ച് വലിയ മുറിവുണ്ടായി, അതിൻ്റെ മുകളിൽ ഒരു നല്ലൊരു ക്ലോട്ടും വന്നു. ഈ ക്ലോട്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഡിസോൾവ് ചെയ്ത് പോകും. അതിനുശേഷം ചില മുറിവുകളുടെ ഉള്ളിൽ നിന്ന്, കുറച്ച് നല്ല ഡീപ്പായിട്ടുള്ള മുറിവുകളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു യെല്ലോയിഷ് കളർ ഫ്ലൂയിഡ് ഇങ്ങനെ പുറത്തേക്ക് വരും. കുറച്ച് കഴിയുമ്പോൾ ഒക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഫ്ലൂയിഡ് ഇങ്ങനെ ഡ്രിപ്പ് ഔട്ട് ചെയ്ത് വരുന്നത് കാണാം. ആ ഫ്ലൂയിഡാണ് സിറം എന്ന് പറയുന്നത്.
കാരണം ക്ലോട്ട് ചെയ്തതിന് ശേഷം വരുന്ന ഫ്ലൂയിഡാണ്. ഓക്കെ, അതാണ് പ്ലാസ്മയും ബ്ലഡ് സീറവും എന്ന് പറയുന്നത്. സോ plasma is the liquid part of blood in which blood cells, nutrients and hormones float, whereas serum is the fluid part of blood without the clotting factors or blood cells. അപ്പോൾ അവിടെ സെൽസോ ഒന്നും ഉണ്ടായിരിക്കില്ല. ആ സിറം എന്ന് പറയുന്നത് പ്യുവർ ഫ്ലൂയിഡ് തന്നെയായിരിക്കും, അതിനകത്ത് വേറെ ഒന്നും പ്രസൻ്റ് ആയിരിക്കില്ല. ആൻഡ് ദിസ് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്ലാസ്മ ആൻഡ് സിറം. സോ പ്ലാസ്മ എന്ന് പറയുമ്പോൾ സെൻട്രിഫ്യൂഗേഷൻ ഡൺ ഡിറക്ട്ലി വിത്ത് ആൻറ്റികോയാഗുലൻസ്. ആൻറ്റികോയാഗുലൻ്റ് മിക്സ് ചെയ്ത ശേഷമാണ് അവിടെ സെൻട്രിഫ്യൂഗേഷൻ നടത്തുന്നത്. ബട്ട് സിറം എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗേഷൻ ഡൺ ആഫ്റ്റർ കൊയാഗുലേഷൻ വിത്തൗട്ട് ആൻറ്റികോയാഗുലൻസ്. ദെൻ പ്ലാസ്മ ആകുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ലൈക്ക് ഫൈബ്രിനോജൻ. പക്ഷേ സിറം ആവുന്ന സമയത്ത് അതിനകത്ത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എല്ലാം ആബ്സെൻ്റ് ആയിരിക്കും, കാരണം ക്ലോട്ടായ ശേഷമാണ് അവിടെ ആ ഒരു ഫ്ലൂയിഡ് പുറത്തേക്ക് വരുന്നത്. ദെൻ പ്ലാസ്മ ഇറ്റ് ഇസ് ഗിവൺ ടു പേഷ്യൻസ് ലാക്കിംഗ് ബ്ലഡ് സെൽസ്. അപ്പോൾ പ്ലാസ്മ യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ പേഷ്യൻസിനൊക്കെ കൊടുക്കാം. അപ്പോൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കുറവുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ബ്ലഡ് വേറെ ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നില്ലേ, അത് ആക്ച്വലി ഈ പ്ലാസ്മയാണ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത്. ഓക്കെ, ആൻഡ് സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്യുവർലി ഫോർ ഡയഗ്നോസ്റ്റിക് പർപ്പസ്. കാരണം നമുക്കറിയാം അതിനകത്ത് ഒരു സെല്ലോ ഒന്നും പ്രസൻ്റ് അല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കത് വേറൊരാൾക്ക് കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ല. ഇറ്റ് ഈസ് പ്യുവർലി ഫോർ ഡയഗ്നോസ്റ്റിക് പർപ്പസ്. Okay, so these are the differences between plasma and serum. And the next is about the functions of plasma proteins. So the first and foremost function of plasma proteins is its role in coagulation of blood. അപ്പോൾ അതിൽ മെയിനായിട്ടും ഫൈബ്രിനോജനാണ്. ഫൈബ്രിനോജൻ ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. ദെൻ കോൺട്രിബ്യൂഷൻ ടു വിസ്കോസിറ്റി. വിസ്കോസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ആ തിക്നെസ്സിനെയാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൽബുമിൻ ദാറ്റ് മേക്സ് ദി ബ്ലഡ് വിസ്കസ്. അപ്പോൾ ആൽബുമിൻ ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്ലഡ് സാധാരണ നമ്മുടെ പച്ചവെള്ളം പോലെ തന്നെ ഇരിക്കും. ദെൻ മെയിൻ്റനൻസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്നുള്ളതും ഓസ്മോസിസ് എന്താണെന്നുള്ളതും നമ്മൾ ട്രാൻസ്പോർട്ട് അക്രോസ് ദി സെൽ മെംബ്രെയിനിൽ പഠിച്ചതാണ്. സോ ഈ ഓസ്മോട്ടിക് പ്രഷർ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ മൂവ്മെൻ്റ് എല്ലാം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓസ്മോട്ടിക് പ്രഷറിനെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ആൽബുമിൻ ആൻഡ് ഗ്ലോബുലിൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫിൽട്രേഷൻ എന്നുള്ള പ്രോസസ്സ് കൺട്രോൾ ചെയ്യാനായിട്ടും അത് സഹായിക്കും. ഇതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ, അതായത് യൂറിൻ ഫോർമേഷൻ അവിടെ പഠിക്കുന്നുണ്ട്. സോ ആ സമയത്ത് ഇതിനെപ്പറ്റി കുറച്ചുകൂടി കൂടുതൽ പറയാം. ദെൻ റോൾ ഇൻ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദി ബോഡി. ഇപ്പോൾ നമുക്കറിയാം ഗ്ലോബുലിൻ, മെയിൻലി ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഹെൽപ്പ് ഇൻ ഡിഫൻസ് മെക്കാനിസം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അതാണ് ആൻറ്റിബോഡീസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ദെൻ ട്രാൻസ്പോർട്ട് മെക്കാനിസം. Albumin helps in the transport of materials like bilirubin, gases, etc. അപ്പോൾ അത് മാത്രമല്ല ഹോർമോൺസ്, ചില ഹോർമോൺസൊക്കെ ഈ ആൽബുമിനുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്യാസസിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ നടക്കുമ്പോൾ ഒരു വളരെ ചെറിയ പെർസെൻറ്റേജ് ഈ പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ ആൽബുമിൻ ദാറ്റ് ട്രാൻസ്പോർട്ട്സ് ദെം. ഓക്കെ, അത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. എനിവേ ആൽബുമിനാണ് അത് ശരിക്കും കൊണ്ടുപോകുന്നത്. ആൻഡ് റോൾ ഇൻ റൂലെക്സ് ഫോർമേഷൻ. റൂലെക്സ് എന്നും പറയും, റൂലേ എന്നും പറയും. ആ എക്സിനെ സൈലൻ്റ് ആക്കിയിട്ടും പറയും, റൂലേ ഫോർമേഷൻ എന്നും പറയും. ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ ഹെൽപ്സ് ഇൻ ദിസ് പ്രോപ്പർട്ടി ഓഫ് RBCs. അപ്പോൾ ഇനി എന്താണ് റൂലേ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ കോയിൻസിനെ ഒന്നിൻ്റെ മേലെ ഒന്നിങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമോ അതാണ്, അതേപോലെയാണ് RBC. കുറച്ച് നേരം നമ്മൾ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇങ്ങനെ RBCനെ ഒരു ട്യൂബിനകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അതായത് ആൻറ്റികോയാഗുലൻ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ബ്ലഡിനെ നമ്മൾ ഏതെങ്കിലും ഒരു ട്യൂബിനകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്ന സമയത്ത് ലൈക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ കഴിയുമ്പോൾ അതിങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യും. നമുക്കത് റൂലേ ഫോർമേഷൻ കണ്ണിൽ നേരിട്ട് നേക്കഡായി വെച്ച് കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ കറക്റ്റായിട്ട് അത് കാണാൻ പറ്റും. ആൻഡ് അത് ഇങ്ങനെയാണ് RBC ഒന്നിൻ്റെ മേതെ ഒന്നിങ്ങനെ കയറിയിരിക്കുന്നത് പോലെയാണ്, നമ്മുടെ കോയിൻസ് അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് RBC ഒന്നിൻ്റെ മേതെ ഇങ്ങനെ ഒന്ന് കയറി ഇങ്ങനെ അടുക്കി ഇങ്ങനെ ഇരിക്കും. അതിനെയാണ് റൂലേ ഫോർമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ദി പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ കോൾഡ് ESR, എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ്. കേട്ടിട്ടുണ്ടാവും എല്ലാവരും, ഇല്ലെങ്കിൽ
വിഷമിക്കേണ്ട, നമുക്ക് കേൾക്കാനുള്ളൊരു കാര്യം കൂടിയാണത്. അപ്പോൾ ഈ ESRൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് റൂലെ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി, അത് RBCയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. സോ ദീസ് ആർ ദി വേരിയസ് ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ്. ഇത് കൂടാതെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ദാറ്റ് ഇസ് റിസർവ് പ്രോട്ടീൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് സ്റ്റാർവേഷനോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻ വന്നപ്പോൾ കുറേ ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരുന്ന കണ്ടീഷനൊക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് ഏറ്റവും ആദ്യം നമ്മുടെ ബ്ലഡ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്നത് അതിനകത്തുള്ള ഗ്ലൂക്കോസിനെയാണ്. ഗ്ലൂക്കോസ് യൂസ് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം അതിനകത്തുള്ള ലിപ്പിഡ്സ്, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള അഡിപ്പോസ് ടിഷ്യൂവിലുള്ള ആ ഫാറ്റ് മെറ്റീരിയൽസിനെ എല്ലാം യൂസ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇനി അതും കഴിഞ്ഞിട്ടും പിന്നെയും ഫുഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ the body will go for the plasma proteins. അപ്പോൾ ലാസ്റ്റ് റിസോഴ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത് പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. അതിനെയും കൂടി യൂട്ടിലൈസ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ കമ്പോണൻസ് ഒന്നും പ്രസൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ ആൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ he will die. Okay, so the plasma proteins also act as reserve proteins. അതൊരു ഫംഗ്ഷൻ മാത്രം, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സോ ദീസ് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ് ആൻഡ് ദിസ് ടോപ്പിക് ഈസ് ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ്. ഓക്കെ, സോ ദിസ് മച്ച് അബൌട്ട് പ്ലാസ്മ ആൻഡ് പ്ലാസ്മ പ്രോട്ടീൻസ്. സോ താങ്ക് യു.